ഭീകരവാദികളെ സംരക്ഷിക്കാൻ പാകിസ്ഥാന് കുടപിടിക്കുന്ന ചൈനയുടെ കള്ളക്കളി ഒടുവിൽ ഒരു ചൈനക്കാരൻ തന്നെ വെളിച്ചത്ത് കൊണ്ടുവന്നു. വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ ചൈനയ്ക്ക് നല്ലൊരു കൊട്ട് കൊടുത്തുകൊണ്ട് ഇന്ത്യയും. ഉത്തരവാദിത്തമുള്ള രാജ്യങ്ങൾ എന്ന് സ്വയം കരുതുന്നവർ ആദ്യം സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കണം. ചൈനയുടെ ഈ ഇരട്ടത്താപ്പിനെ പൊളിച്ചടുക്കിയ പ്രസ്താവനയുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പാകിസ്ഥാന് ചൈന രഹസ്യമായി സാങ്കേതിക സഹായം നൽകിയെന്ന റിപ്പോർട്ടുകളോടാണ് ഇന്ത്യ അതിശക്തമായി പ്രതികരിച്ചിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ് ചൈനയ്ക്ക് ഈ വ്യക്തമായ സന്ദേശം നൽകിയത്. പാകിസ്ഥാനിൽ നിന്നും പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ സർക്കാർ തന്നെ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ സൽപ്പേരിനെ എങ്ങനെ ബാധിക്കുമെന്ന് സ്വയം ചിന്തിക്കാൻ ചൈന തയ്യാറാകണമെന്നും അദ്ദേഹം തുറന്നടിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നോക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ തകർക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ കൃത്യവും ലക്ഷ്യബോധമുള്ളതുമായിട്ടുള്ള ഒരു സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഈ 4 ദിവസത്തെ യുദ്ധത്തിൽ ചൈന പാകിസ്ഥാന് സാങ്കേതിക സഹായം നൽകിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചൈനീസ് സർക്കാർ ബ്രോഡ്കാസ്റ്റ് ആയിട്ടുള്ള CCTVക്ക് നൽകിയ അഭിമുഖത്തിൽ ഷാങ് ഹെങ് എന്ന ചൈനീസ് എഞ്ചിനീയറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഹോങ്കോങ് ആസ്ഥാനമായിട്ടുള്ള സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈനയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷന്റെ കീഴിലുള്ള ചെങ്ഡു എയർക്രാഫ്റ്റ് ഡിസൈൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഞ്ചിനീയറാണ് ഷാങ് ഹെങ്. പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചൈനീസ് നിർമ്മിത J-10C യുദ്ധവിമാനങ്ങൾക്ക് ഈ സമയത്ത് സാങ്കേതിക സഹായം നൽകിയത് ഇവരാണ്. സപ്പോർട്ട് ബേസിൽ യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നതിന്റെ ഇരമ്പലും എയർ റെയ്ഡ് സൈറണുകളും ഞങ്ങൾ എപ്പോഴും കേൾക്കുന്നുണ്ടായിരുന്നു. മെയ് മാസത്തിലെ 50 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ മാനസികമായും ശാരീരികമായും അതൊരു വലിയ പരീക്ഷണമായിരുന്നു എന്നാണ് ഈ ചൈനീസ് എഞ്ചിനീയറിന്റെ തുറന്നു പറച്ചിൽ. എന്നാൽ ഈ വാർത്തകളോട് കൃത്യമായി പ്രതികരിക്കാനോ ഇത് അംഗീകരിക്കാനോ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയവും സൈനിക ഉദ്യോഗസ്ഥരും ഇതുവരെ തയ്യാറായിട്ടുമില്ല. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ പാകിസ്ഥാന് ഒളിഞ്ഞും തെളിഞ്ഞും സഹായം നൽകുന്ന ചൈനയുടെ തനി നിറമാണ് ഇവിടെ വ്യക്തമാകുന്നത്. പാകിസ്ഥാനുള്ളിലെ ഭീകരവാദ ക്യാമ്പുകൾ തകർക്കാനുള്ള ഇന്ത്യയുടെ ശക്തമായ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതിലിടപെട്ടതിലൂടെ ഭീകരവാദികൾക്കൊപ്പമാണ് തങ്ങളെന്ന ചൈന ലോകത്തിന് മുന്നിൽ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇത്തരം വില കുറഞ്ഞ കളികൾ ചൈനയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിച്ഛായയെ തന്നെ തകർക്കുമെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലോടെയാണ് ഇന്ത്യ ഈ വിഷയത്തിലുള്ള പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. നാണം കെട്ട് നിൽക്കുന്ന പാകിസ്ഥാനെ ചുമക്കാൻ പോയ ചൈനയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ നാട്ടുഭാഷയിലെ ഒരു ചൊല്ലാണ് ഓർമ്മ വരുന്നത്. അത് തന്നെ ന്യൂസ് ഡെസ്ക് മലയാളം.